Hi students, welcome to our zoology class, and today we are going to study about the Human Genome Project. Okay, Human Genome Project എന്താണ്, അതിൻ്റെ സൈലന്റ് ഫീച്ചേഴ്സ് എന്താണ്, എന്തൊക്കെയാണ് ആ പ്രൊജക്റ്റിൻ്റെ ഗോൾസ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, Human Genome Project, or we can give the abbreviation HGP, Human Genome Project or HGP. Okay, we can call this project as a mega project. അല്ലേ, ഒരു വലിയ മെഗാ പ്രൊജക്റ്റ് ആണ് എന്ന് തന്നെ പറയാം. ബിക്കോസ് ഇറ്റ്സ് ഗോൾ, അല്ലേ, അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ കംപ്ലീറ്റ് സീക്വൻസ് ഓഫ് ഹ്യൂമൻ ജീനോം. ഹ്യൂമൻ ജീനോമിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ DNA അല്ലെങ്കിൽ ജീൻസിൻ്റെയൊക്കെ കംപ്ലീറ്റ് സീക്വൻസും ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനെ ട്രേസ് ചെയ്യുക, അതിൻ്റെ സീക്വൻസുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അതിന് വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ മെഗാ പ്രൊജക്റ്റ്, അല്ലേ, നമുക്കതൊരു മെഗാ പ്രൊജക്റ്റ് ആണ് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 13 years. മെഗാ പ്രൊജക്റ്റ് എന്ന് പറയാൻ കാരണം സാധാരണ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊജക്റ്റൊക്കെ, അല്ലേ, ഏറി മറിഞ്ഞാൽ വളരെ കുറഞ്ഞ കാലഘട്ടമല്ലേ ഉണ്ടാവുള്ളൂ, അല്ലേ. നമ്മൾ റിസർച്ച് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ ഒരു 5 years ടൈമൊക്കെയാണ് കൊടുക്കുന്നത്, അല്ലേ. സോ ദിസ് പ്രൊജക്റ്റ് ഹാസ് ടുക്ക് 13 years, 13 വർഷത്തോളം എടുത്തിട്ടുള്ള ഒരു വലിയ മെഗാ പ്രൊജക്റ്റാണ് നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. ഇനി ആരാണ് ഇത് കോർഡിനേറ്റ് ചെയ്തത്? ഹു കോർഡിനേറ്റഡ് ദിസ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്? ഇറ്റ് വാസ് കോർഡിനേറ്റഡ് ബൈ US-ലുള്ള ഒരു എനർജി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. ഇവർ രണ്ടും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്താണ് ഹെഡ് ചെയ്തത്, അല്ലെങ്കിൽ അവരാണ് US Department of Energy and also National Institute of Health together coordinated the Human Genome Project. This project was completed in the year 2003. 2003-ലാണ് നമ്മുടെ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. And by this project we have understood that the human genome contains of about 3 × 10⁻⁹ base pairs. എത്രയായിരുന്നു? 3 × 10⁻⁹ ബേസ് പെയേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ ഒരു ധാരണ വന്നു, അല്ലേ. അതുപോലെ തന്നെ ബയോളജിക്കകത്ത് തന്നെ ഒരു പുതിയ ഏരിയ, ദാറ്റ് ഈസ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ ഏരിയ ഡെവലപ്പ് ചെയ്യാൻ വളരെയധികം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. ഓർ വി ക്യാൻ സേ ദാറ്റ് ദിസ് പ്രൊജക്റ്റ് ആക്ച്വലി ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ന്യൂ ഏരിയ ഇൻ ബയോളജി വിച്ച് ഈസ് കോൾഡ് ദ ബയോ ഇൻഫർമാറ്റിക്സ്. ബയോളജിയിൽ തന്നെ പുതിയ ഒരു വേർഷനാണ്, അല്ലേ, ബയോളജിയിൽ തന്നെ പുതിയ ഉള്ള ഒരു ഏരിയ ആണ് ബയോ ഇൻഫർമാറ്റിക്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് ലീഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ദിസ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ വി ഹാവ് സെഡ് ദാറ്റ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ഇസ് ആൻ ഇൻ്റർനാഷണൽ റിസർച്ച് എഫേർട്ട് ടു ഡിറ്റർമിൻ ദ സീക്വൻസ് ഓഫ് ദി ഹ്യൂമൻ ജീനോം, അല്ലേ. ഹ്യൂമൻ ജീനോം സീക്വൻസിനെ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ എയിം. ആൻഡ് ടു ഐഡൻറ്റിഫൈ ദ ജീൻസ് ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ്. ആ ജീനോമിനുള്ള ഓരോ ജീൻസും കണ്ടെത്തുക, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ. അതുപോലെ ആരായിരുന്നു അത് കോർഡിനേറ്റ് ചെയ്യുന്ന പറഞ്ഞത്? ദ US ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ഈസ് എ 13-year എഫേർട്ട് വിച്ച് ഈസ് കോർഡിനേറ്റഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി ആൻഡ് ഓൾസോ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. അപ്പോൾ ഇവർ രണ്ടുപേരും കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിനെ ലീഡ് ചെയ്തിട്ടുള്ളത്. ഒരു 13-year എഫേർട്ടാണ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അല്ലേ. ആൻഡ് ഐ ഹോപ്പ് യു ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ഹ്യൂമൻ ജീനോം. ഹ്യൂമൻ ജീനോം ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഓഫ് ഹ്യൂമൻസിൻ്റെ ആ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷനെയാണ് നമ്മൾ ഹ്യൂമൻ ജീനോം എന്ന് പറയുന്നത്. ആൻഡ് ദ ഹ്യൂമൻ ജീനോം ഇസ് ബൈ ഫാർ ദ മോസ്റ്റ് കോംപ്ലെക്സ് ആൻഡ് ദ ലാർജസ്റ്റ് ജീനോം. ആൻഡ് ഇറ്റ്സ് സൈസ് spans a length of about 6 feet of DNA containing more than 30,000 genes. Okay, 30,000 genes ആണ് ഓൾമോസ്റ്റ് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാമല്ലേ, നമ്മുടെ DNA മെറ്റീരിയൽ ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് ഓട്ടോസോംസ് ഉണ്ട്, അതുപോലെ സെക്സ് ക്രോമസോംസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയണം. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദ ഹ്യൂമൻ ജീനോം. Okay, now we can look what all are the goals of this HGP, or what are the goals of Human Genome Project. First goal എന്താണ്? To identify all the genes in human DNA. ഹ്യൂമൻ DNAയിലുള്ള എല്ലാ ജീൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ എണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അല്ലേ. നിയർലി 30,000 എന്ന് പറഞ്ഞാൽ ഒരു 20,000 ആൻഡ് 25,000 ഇടയിലായിട്ട് ഒരു അപ്രോക്സിമേറ്റ് അത്രയും എണ്ണം ജീൻസാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഹ്യൂമൻ DNAയിലുള്ള അത്രയും ജീൻസിനെ, ടോട്ടൽ ജീൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഗോൾ. ആൻഡ് വാട്ട് അബൌട്ട് സെക്കൻഡ്?
to develop a genetic linkage map. Human genome-ന്റെ ഒരു genetic linkage map develop ചെയ്യുക. To obtain a physical map, human genome-ന്റെ physical map, and also to develop technology for the management of human genome information, and to know the functions of genes, and to determine the sequences of the 3 billion chemical base pairs that make up human DNA. Okay? And store this information in public databases and develop tools for data analysis and transfer related technologies to the private sectors. So this all comes to the goals of the Human Genome Project. And also there are some, we can say that there are some ethical or legal and social issues regarding that may arise from this project. So the goal of HGP was to address such issues. ആ പ്രൊജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എത്തിക്കൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസിനൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതും കൂടെ ഗോളാണ് ഏതിൻ്റെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ. ഓക്കെ, സോ ദിസ് ഓൾ ആർ ദ ഗോൾസ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. Okay, now we can discuss about the methodologies of this project. Okay, there are two approaches. നമ്മൾ മെത്തഡോളജി പറയുമ്പോൾ രണ്ട് അപ്രോച്ചിലാണ് ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് ഇസ് ദ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ് എന്ന് പറയും. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ് ഓർ EST, ക്യാപിറ്റൽ ESTS എന്ന് പറയും. ഓക്കെ, അവിടെ പറയുന്നത് ദിസ് ഫോക്കസ്ഡ് ഓൺ ഐഡൻറ്റിഫൈങ് ഓൾ ദ ജീൻസ് ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് RNA. ഓക്കെ, RNA രീതിയിൽ ജീൻസിനെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതിനെ ഫോക്കസ് ചെയ്തിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലാണ് ഈ അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് അപ്രോച്ച് ദാറ്റ് ഈസ് ദ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. ദിസ് ഫോക്കസ്ഡ് ഓൺ ഐഡൻറ്റിഫൈങ് ഓൾ ദ ജീൻസ് ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് RNA. ഓക്കെ, ആൻഡ് ദ അതർ ഈസ് ദ സീക്വൻസ് അനോട്ടേഷൻ. ഓക്കെ, സെക്കൻഡ് അപ്രോച്ചാണ് സീക്വൻസ് അനോട്ടേഷൻ. അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്ലൈൻഡ് അപ്രോച്ച് ഓഫ് സീക്വൻസിങ് ദ ഹോൾ സെറ്റ് ഓഫ് ജീനോം. നമ്മൾ ആ ഹോൾ സെറ്റ് ജീനോമിനെ സീക്വൻസ് ചെയ്യാണ്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ദാറ്റ് ഇൻക്ലൂഡഡ് ഓൾ ദ കോഡിംഗ് ആൻഡ് നോൺ കോഡിംഗ് സീക്വൻസസ് ആൻഡ് ലേറ്റർ അസൈനിങ് ഡിഫറെൻറ്റ് റീജിയൻസ് ഇൻ ദ സീക്വൻസസ് വിത്ത് ഫംഗ്ഷൻ. അപ്പോൾ അതിൽ കോഡിങ്ങും നോൺ കോഡിങ്ങും എല്ലാം അടക്കമുള്ള ഹോൾ സെറ്റ് ഓഫ് ജീനോമിനെ സീക്വൻസ് ചെയ്യുന്ന ബ്ലൈൻഡ് അപ്രോച്ചിനെയാണ് നമ്മൾ സെക്കൻഡ് അപ്രോച്ച് ഓർ ദ സീക്വൻസ് അനോട്ടേഷൻ എന്ന് പറയുന്നത്. വൈൽ ദ RNA ജീൻസ് ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് RNA-നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഫോക്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ആർ ദ ടു അപ്രോച്ചസ് ഓർ ദിസ് ആർ ദ ടു മെത്തഡോളജീസ്. ആൻഡ് ഫോർ സീക്വൻസിങ് ദ ടോട്ടൽ DNA ഫ്രം എ സെൽ ഈസ് ഐസൊലേറ്റഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു റാൻഡം ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് റിലേറ്റീവ്ലി സ്മോളർ സൈസസ്. ചെറിയ സൈസാക്കി മാറ്റുകയാണ് അല്ലേ. ആൻഡ് ക്ലോൺഡ് ഇൻ സ്യൂട്ടബിൾ ഹോസ്റ്റ് യൂസിങ് സ്പെഷ്യലൈസ്ഡ് വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ സ്യൂട്ടബിൾ ഹോസ്റ്റ് തിരഞ്ഞെടുത്തിട്ട് അതിൽ ക്ലോൺ ചെയ്യാണ് നമ്മുടെ ഈ DNA ഫ്രാഗ്മെൻറ്റ്സ്. സോ ദ ക്ലോണിംഗ് റിസൾട്ടഡ് ഇൻ ടു ആംപ്ലിഫിക്കേഷൻ ഓഫ് ഈച്ച് പീസ് ഓഫ് DNA ഫ്രാഗ്മെൻറ്റ് സോ ദാറ്റ് ഇറ്റ് ഈസ് സബ്സീക്വൻ്റ്ലി കുഡ് ബി സീക്വൻസ്ഡ് വിത്ത് ഈസ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോമൺലി യൂസ് ടു ഹോസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്? ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ് ആണ്. And the vectors were called as BAC and YAC. What do you mean by BAC? It is the bacterial artificial chromosomes and YAC is the yeast artificial chromosome. So that are the vectors that are used in such project. Okay, and the commonly used to host എന്ന് പറയുന്നത് bacteria and yeast ആണ്. I hope you have a clear idea about of a vector. Vector എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? It is a DNA molecule that has the ability to replicate in an appropriate host cell. നമ്മളൊരു ഹോസ്റ്റ് സെല്ല് തിരഞ്ഞെടുത്തിട്ട് അതിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ഒരു DNA അല്ലേ, ഒരു DNAയുടെ മോളിക്യൂളിനാണ് നമ്മൾ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻ ടു വിച്ച് ദ DNA ഇൻസെർട്ട് ഈസ് ഇൻറ്റഗ്രേറ്റഡ് ഫോർ ക്ലോണിങ്. അങ്ങനെ ക്ലോണിംഗ് പ്രോസസ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാരിയർ എന്ന് പറയാം അല്ലേ, ഓർ ഇറ്റ് ഈസ് എ വെഹിക്കിൾ ഓർ കാരിയർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ക്ലോണിങ് ഫോറിൻ DNA ഇൻ എ ബാക്ടീരിയ. അതിനെയാണ് നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് ആൻഡ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോംസ്. അതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വെക്ടേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാരിയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനെയാണ്. Okay, we can explain this procedure of this HGP or Human Genome Project. നമ്മൾ വളരെ
സിമ്പിളായിട്ട് എങ്ങനെ പറയാം, നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അല്ലേ, വി ഹാവ് ഐസൊലേറ്റഡ് ദ ടോട്ടൽ DNA ഫ്രം എ സെൽ. നമ്മളൊരു സെല്ലിൽ നിന്നും നമ്മൾ ടോട്ടൽ DNA ഐസൊലേറ്റ് ചെയ്തു. ദെൻ വാട്ട് വി ഡു, വി കൺവേർട്ട് ദം ഇൻ ടു റാൻഡം ഫ്രാഗ്മെൻറ്റ്സ്. നമ്മളത് റാൻഡം ഫ്രാഗ്മെൻറ്റ്സ് ആക്കിയിട്ട് മാറ്റി. ആൻഡ് ഇറ്റ് ഈസ് ക്ലോൺ ഇൻ സ്യൂട്ടബിൾ ഹോസ്റ്റ് അല്ലേ, ഒരു സ്യൂട്ടബിൾ ഹോസ്റ്റ് തിരഞ്ഞെടുത്തു. ബാക്ടീരിയ, ഈസ്റ്റ്, അതൊക്കെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഹോസ്റ്റ്. ഓക്കെ, അങ്ങനെ അതിൽ നമ്മൾ ക്ലോണിങ് നടത്തി ഫോർ ദ ആംപ്ലിഫിക്കേഷൻ ഓഫ് ദിസ് DNA ഫ്രാഗ്മെൻറ്റ്സ് അല്ലേ. Then what will we do? These fragments are sequenced using automated DNA sequences. Automated DNA sequence വെച്ചിട്ട് നമ്മൾ ഈ ഫ്രാഗ്മെൻറ്റ്സിനെ സീക്വൻസ് ചെയ്യാണ്. ഓക്കെ, then the sequences are arranged based on overlapping regions. Overlapping regionsൻ്റെ ബേസിലാണ് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യുക. And finally the alignment of sequence using computer program. അതിനാണ് നമ്മളിവിടെ ഡാറ്റാബേസസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സീക്വൻസസിനെയൊക്കെ അലൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ ഷോർട്ടായിട്ട് അതിൻ്റെ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫോർ ദ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വി ഷുഡ് നോ ദി സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എ ഹ്യൂമൻ ജീനോം അല്ലേ. ഹ്യൂമൻ ജീനോമിനെ കുറിച്ചൊരു ക്ലിയർ ആയിട്ട് ഐഡിയ വേണം അല്ലേ. ഹ്യൂമൻ ജീനോമിൽ ഇറ്റ് കൺസിസ്റ്റ് ദ ഇൻഫർമേഷൻ ഓഫ് 24 ക്രോമസോംസ് അല്ലേ. ഓട്ടോസോംസും ഉണ്ട്, സെക്സ് ക്രോമസോംസും ഉണ്ട് അല്ലേ. ഹോമോസാപ്പിയൻസിൽ 46 ആണെന്നൊക്കെ അറിയാലോ. ആൻഡ് ദ ഹ്യൂമൻ ജീനോം കണ്ടെയ്ൻസ് ഹൗ മെനി ന്യൂക്ലിയോടൈഡ് പെയേഴ്സ്, ഓവർ 3 ബില്യൺ ന്യൂക്ലിയോടൈഡ് പെയേഴ്സ്. ഓക്കെ, ആൻഡ് ഹ്യൂമൻ ജീനോം ഈസ് എസ്റ്റിമേറ്റഡ് ടു ഹാവ് അബൌട്ട് 30,000 ജീൻ. ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് കേട്ടോ പറയുന്നത്. 30,000 ജീൻസ് ആണ് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നത്. An average genes consist of 3,000 bases. ഒരു ആവറേജ് ജീനിൽ നമ്മൾ 3,000 ബേസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് സൈസസ് ഓഫ് ജീൻസ് വാരി ഗ്രേറ്റ്ലി വിത്ത് ദ ലാർജസ്റ്റ് നോൺ ഹ്യൂമൻ ജീൻ എൻകോഡിംഗ് ഡിസ്ട്രോഫിൻ കണ്ടെയ്നിങ് 2.5 മില്യൺ ബേസ് പെയേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് ഓൺലി അബൌട്ട് 3% ഓഫ് ദ ജീനോം എൻകോഡ്സ് അമിനോ ആസിഡ് സീക്വൻസസ് ഓഫ് പോളിപെപ്റ്റൈഡ് ആൻഡ് റെസ്റ്റ് ഓഫ് ഇറ്റ് ജങ്ക് DNA എന്ന് പറയും. ഓക്കെ, അപ്പോൾ 3% മാത്രമാണ് അമിനോ ആസിഡ് സീക്വൻസസിനെ എൻകോഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഭാഗം മുഴുവൻ എന്താണ്, ജങ്ക് DNA ആണ്. ഓക്കെ, ദറ്റ് മീൻസ് റെപ്പറ്റേറ്റീവ് DNA, റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള സീക്വൻസ് ആയിരിക്കും വരിക. ഓക്കെ, ആൻഡ് ദ ഫങ്ഷൻസ് ഓഫ് അൺനോൺ ഫോർ ഓവർ 50% ഓഫ് ദ ഡിസ്കവേർഡ് ജീൻസ്. ഓക്കെ, ഡിസ്കവേർഡ് ജീൻസിലെ 50%ൻ്റെ ഫങ്ഷൻസ് ഇപ്പോഴും അൺനോൺ ആണ്. സോ 50% ഡിസ്കവേർഡ് ജീൻസിൻ്റെ ഫങ്ഷൻസും അൺനോൺ ആണ്. ഇനി എന്താണ്, ദ റെപ്പിറ്റേറ്റീവ് സീക്വൻസ് മേക്ക് അപ്പ് വെരി ലാർജ് പോർഷൻ ഓഫ് ഹ്യൂമൻ ജീനോം. ഹ്യൂമൻ ജീനോമിൽ റിപ്പീറ്റ് ചെയ്യുന്ന സീക്വൻസ് വളരെ ലാർജ് പോർഷനിലുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ ജങ്ക് DNA എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ദ റെപ്പിറ്റേറ്റീവ് സീക്വൻസ് ഹാവ് നോ ഡയറക്റ്റ് കോഡിംഗ് ഫംഗ്ഷൻ ബട്ട് ദേ ഷെഡ് ലൈറ്റ് ഓൺ ദ ക്രോമസോം സ്ട്രക്ചർ, ഡൈനാമിക്സ് ആൻഡ് എവല്യൂഷൻ. ക്രോമസോമിൻ്റെ സ്ട്രക്ചറിൽ ഡൈനാമിക്സ്, എവല്യൂഷൻ അതിലൊക്കെ വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. പക്ഷെ അത് കോഡിംഗ് ഫംഗ്ഷൻ ഇല്ല ഫോർ ദിസ് റിപ്പറ്റേറ്റീവ് സീക്വൻസ്. ആൻഡ് ക്രോമസോം 1 ഹാസ് മോസ്റ്റ് ജീൻ. ഓക്കെ, 2,968 ആൻഡ് Y ക്രോമസോം ഹാസ് ദ ലോവസ്റ്റ്. ഓക്കെ, ദേ ഹാവ് 231 ജീൻസ് ആണുള്ളത്. ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ന്യൂക്ലിയോടൈഡ് ബേസസ് ആർ എക്സാക്ട്ലി ദ സെയിം ഇൻ ഓൾ പീപ്പിൾ. And genome sequences of different individuals differ for less than 0.2% of the base pairൽ മാത്രമാണ് വേരിയേഷൻ ഡിഫറൻസ് കാണിക്കുന്നത്. ബാക്കിയൊക്കെ എന്താണ്, സെയിം ആയിരിക്കും എല്ലാ പീപ്പിൾസിലും ഉള്ളത്. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഓഫ് ദിസ് ഡിഫറൻസസ് ഒക്കോർ ഇൻ ദ ഫോം ഓഫ് എ സിംഗിൾ ബേസ് ഡിഫറൻസസ് in the sequence. So these single base differences are called single nucleotide polymorphisms. Okay, SNPs എന്ന് പറയും, single nucleotide polymorphisms. And one SNP occurs at every approximate 1000 base pair of human genomeലൊക്കെ എന്ത് ഓരോ സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം occur ചെയ്യും. Okay, and about 85% of all differences in human DNAs are due to SNPs കൊണ്ടാണ് 85% ഡിഫറൻസും കാണിക്കുന്നത്. ദാറ്റ് ഈസ് എ സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. ഒരു സിംഗിൾ ബേസ് ഡിഫറൻസിലുള്ള ചേഞ്ച് കൊണ്ട് ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് കേട്ടോ. Okay, so that's all about the features of the human genome. So what's about the applications? നമ്മളിപ്പം കുറേ ഹ്യൂമൻ ജീനോമിനെ കുറിച്ച് മനസ്സിലാക്കി, അതിൻ്റെ പ്രൊസീജിയർ മനസ്സിലാക്കി അല്ലേ, ഇതൊരു മെഗാ പ്രൊജക്റ്റാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി. സോ വാട്ട് ഈസ് ദിസ് ആപ്ലിക്കേഷൻസ്?
ആപ്ലിക്കേഷനിൽ പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ ജീൻസ് ആൻഡ് ദർ ഫങ്ഷൻ അല്ലേ, ഹ്യൂമൻ ജീൻസിന് മൊത്തം ഹ്യൂമൻ ജീൻസും ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെയൊക്കെ ഫങ്ഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പോളിജനിക് ഡിസോർഡേഴ്സ് അല്ലേ, ഒരുപാട് അത്തരത്തിലുള്ള രോഗങ്ങളുണ്ട്. ഇപ്പോൾ ക്യാൻസർ അതൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഇതൊക്കെ പോളിജീനിക് ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് നമുക്ക് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഓൾസോ ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ജീൻ തെറാപ്പി. ഇപ്പോൾ ജീൻ തെറാപ്പിയുടെ ഒക്കെ കാലമാണ് അല്ലേ, ജീൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഡിസീസിനെയൊക്കെ ക്യൂർ ചെയ്യാനൊക്കെ നോക്കുന്നത്. അപ്പോൾ ജീൻ തെറാപ്പിയിലുള്ള ഇംപ്രൂവ്മെൻറ്റും എന്താണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അതേപോലെ ഇംപ്രൂവ്ഡ് ഡയഗ്നോസിസ് ഓഫ് ഡിസീസസ്, പല ഡിസീസ് ഡയഗ്നോസിസും ഇപ്പം കുറച്ചും കൂടെ ബെറ്റർ അഡ്വാൻസ്മെൻറ്റ് കാണിക്കുന്നുണ്ട് ബൈ ദിസ് ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. ആൻഡ് ഓൾസോ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫാർമക്കോജെനസിസ്. ഓക്കെ, ഫാർമക്കോജെനസിസിൻ്റെ ഡെവലപ്മെൻറ്റിലൊക്കെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്നത് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ. Okay, it enables us to understand how enormous number of genes and proteins, ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റിയിലുള്ള ജീൻസിനെയും അതൊക്കെ കോഡ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ നമുക്കല്ലേ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റാണ് വഴിയൊരുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ ആപ്ലിക്കേഷൻസിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഹ്യൂമൻ ജീനോം പ്രൊജക്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ആപ്ലിക്കേഷനും എന്തൊക്കെയാണ്, ഇനി അതിന് വരാൻ പോകുന്ന ഫ്യൂച്ചർ ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി. ഓക്കെ, ഇനി ബാക്കിയുള്ള പോർഷൻ നമുക്ക് അടുത്ത സെക്ഷനിൽ എടുക്കാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.